നമസ്കാരം. തെലങ്കാനയിൽ ബി.ആർ.എസ് നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു. ബി.ആർ.എസിൻ്റെ പ്രമുഖ നേതാവും മുൻ മന്ത്രിയും നിലവിലെ എം.എൽ.സിയുമായ പട്നം മനോഹർ റെഡ്ഡി ബി.ആർ.എസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. അതോടൊപ്പം ജി.എച്ച്.എസിയിലെ മേയറും ബി.ആർ.എസിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവുമായ റാം മോഹൻ റെഡ്ഡിയും ബി.ആർ.എസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഓരോ ദിവസവും കെ.സി.ആറിൻ്റെ ബി.ആർ.എസിന് വലിയ തിരിച്ചടിയാണ് തെലങ്കാനയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ബി.ആർ.എസിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി കോൺഗ്രസിൻ്റെ ജനകീയ സർക്കാർ തെലങ്കാനയിൽ വളരെയധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ബി.ആർ.എസിൻ്റെ പ്രമുഖ നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ശക്തി പകരുന്നു. തെലങ്കാനയിൽ ബി.ആർ.എസിൻ്റെ 15ഓളം എം.എൽ.എമാർ നിലവിൽ തെലങ്കാന പി.സി.സി പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞതായി തെലങ്കാനയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കെ.സി.ആറിൻ്റെ നേതൃത്വത്തിൽ ബി.ആർ.എസിൽ നടക്കുന്ന അധികാര വാഴ്ച മനം നൊന്തുള്ള എം.എൽ.എമാരുടെ കൂടുമാറ്റമാണ് ഇനി വരാൻ ദിവസങ്ങളിൽ തെലങ്കാനയെ കാണാൻ പോകുന്നത്. തെലങ്കാനയിൽ ബി.ആർ.എസിൻ്റെ അടിത്തറ ഇളകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നേതാക്കന്മാരുടെ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക്. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് തെലങ്കാന സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.